ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് തുടരുന്നത്. വേദമൂർത്തികൾ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാനെ, മഹായോഗികൾക്ക് മനസ്സാകുന്ന മതയാനകളുടെയും ഇന്ദ്രിയങ്ങളാകുന്ന കൊടുങ്കാറ്റിൻ്റെയും മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായേക്കാമെങ്കിലും ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാര്യനെ അഭയം പ്രാപിക്കാത്തിടത്തോളം അവർ ഭൗതിക സ്വാധീനത്തിന് ഇരയായിത്തീരും. അതുമാത്രമല്ല, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളിൽ അവർ വിജയിക്കുകയുമില്ല. നേരായ മാർഗത്തിൽ നയിക്കപ്പെടാത്ത ഇത്തരം ആളുകൾ കപ്പിത്താനില്ലാതെ കപ്പലിൽ കടൽ യാത്ര നടത്തുന്ന വർത്തകരെ പോലെയാണ്. തൻ്റെ വ്യക്തിപരമായ ഉദ്യമങ്ങളിലൂടെ ഒരാൾക്കും ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്നും മോചനം നേടാനാവില്ല. ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാര്യനെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചേ പറ്റൂ. അപ്പോൾ ഭൗതിക അവസ്ഥയുടെ അജ്ഞതയെ മറികടക്കാനാകും. ശ്രീധര സ്വാമിയുടെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നു: പരമപുരുഷന്റെ പ്രതിനിധിയും പരമകാരുണ്യകനുമായിരിക്കുന്ന ആധ്യാത്മിക ഗുരു എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും അവിടുത്തെ പാദപത്മങ്ങളിൽ അഭയം തേടുന്നത് എന്നായിരിക്കും. അവിടുത്തെ കാരുണ്യത്തിൽ അന്ന് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുള്ള വിഘ്നങ്ങളെ അകന്ന് ഞാൻ പരമാനന്ദം നിറഞ്ഞ ജീവിതത്തിലെത്തും. ഇവിടെ ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ, നമുക്ക് തന്നെ യഥാർത്ഥത്തിൽ തൻ്റെ ആത്മസ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താം. യാതൊരു സംശയവുമില്ല. നിർമ്മാണമോഹാജിതസംഗദോഷാധ്യാത്മ നിത്യവിനിവർത്തകാമഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ജയ് ഗച്ഛന്തി മൂഢാപദമവ്യം തത് എന്ന് ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുള്ള അതിനുള്ള സാധനയും പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ മനുഷ്യൻ ഈ ഭൗതിക ശക്തിക്ക് അടിമയായി പോയിരുന്നവർ ഏതെങ്കിലും ഒരു ജന്മത്തിലായിരിക്കും ഈ ആധ്യാത്മിക പാതയിൽ പ്രവേശിക്കുക. അത് പ്രവേശിച്ചാൽ തന്നെ പെട്ടെന്ന് വ്യതിചലിക്കാനും ഇല്ലെങ്കിൽ സംശയം തീർത്ത് ആ പാതയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വയം സിദ്ധമാക്കാൻ സാധിക്കും. അതിനുള്ള 3-4 മാർഗങ്ങളും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനവസേത്. ഇതിന് ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മുടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക. രമണ മഹർഷിയൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ട് ഞാനാരാന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ പരസഹായമൊന്നും ആവശ്യമൊന്നുമില്ല. അത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ആശ്രയിക്കേണ്ടതായിട്ടുമില്ല. പക്ഷേ അത് സാധാരണ മനുഷ്യന് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു സൂചന കൂടി നൽകി. അങ്ങനെ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുക. ശരണാഗതി കൊണ്ട് സാധിക്കും. അതിനും അങ്ങനെ വന്നാൽ തന്നെ ഭഗവാനോ ഇല്ലെങ്കിൽ അതുപോലുള്ള ഗുരുക്കന്മാരോ നമ്മളെ സഹായിക്കാനെത്തും. അങ്ങനെ നമ്മൾ ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോയാൽ തന്നെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. യദ്യദാചരതി ശ്രേഷ്ഠത ദേവതാരോ ജനാഹ സയൽ പ്രമാണം കുറുതേ ലോകസ്ഥേതു പരിവർത്തന. മഹാത്മാക്കളെ പറ്റി ഉദാഹരണ സഹിതം ജനങ്ങളെ പോലുള്ളവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ സ്പഷ്ടമാക്കി പറഞ്ഞു: തത്വതി പ്രണിപാതേന പരിപ്രസേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വാ തദ്ദർശന. തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി നമ്മൾ അവരെ വേണം സമീപിക്കാൻ. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യഥാർത്ഥ പാതയിൽ പ്രവേശിച്ചു എന്നുണ്ടെങ്കിൽ ഗുരു നമ്മളെ തേടി വരുന്ന അവസ്ഥയുണ്ടാകാം ചില സന്ദർഭങ്ങൾ. അത് ഓരോരുത്തരുടെ യോഗമനുസരിച്ചും പക്വതയും പാത്രതയും അനുസരിച്ചുകൊണ്ടായിരിക്കും സംഭവിക്കുക. ചിലർക്ക് ഗുരുവിനെ തേടിപ്പോകേണ്ടതായിട്ട് വരും, ചിലർക്ക് ഗുരു ശിഷ്യനെ തേടി വരും. പൂർവജന്മ ആ ബന്ധങ്ങളാണ് ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഗതിവിഗതികളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കാന്നർത്ഥം. എന്തായാലും ആധ്യാത്മിക പാതയിൽ നിങ്ങൾ ഒരു ചുവട് വച്ചാൽ അത് ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിട്ടോ ഗുരുവിൻ്റെ സഹായത്താലോ എത്തേണ്ട സ്ഥാനത്തിൽ എത്തുന്നതിനൊരു പ്രകൃതി വ്യവസ്ഥിതി തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഭഗവാൻ ധൈര്യസമേതം നമുക്ക് ഒന്നോടെ ഉറപ്പിച്ചു തരുന്നത് നമേ ഭക്ത പ്രണശതി. അതുകൊണ്ട് ഗുരുവിനെ സമീപിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ സിദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തൂ എന്നോ
ഇല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഈശ്വരൻ വിചാരിക്കാതെ നിശ്ചയമില്ലാതെ നമുക്ക് പരമപദ പ്രാപ്തി സാധ്യമല്ല. അത് ആ പരമപദ പ്രാപ്തിയാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ വ്യവസ്ഥിതി തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഒന്നുകിൽ ഭഗവാൻ നേരിട്ട് തന്നെ ഇൻഡ്യൂഷൻസ് നൽകി നമ്മളെ ആ പാതയിലേക്ക് നയിക്കും, ഇല്ലെങ്കിൽ ഭഗവാൻ തന്നെ നേരിട്ട് നമ്മളെ സഹായിക്കാൻ എത്തിന്നിരിക്കും, ഇല്ലേ അതുപോലുള്ള മഹാഗുരുക്കന്മാരെയൊക്കെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെയായാലും വേണ്ടില്ല ആത്യന്തികമായിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്തണം. ഇനിയുള്ള ജീവിതമെങ്കിലും അതിലേക്ക് ആയിരിക്കണം, മാറ്റിവെക്കണം. അത് ഒരു ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ, ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കർമ്മം അതിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അവിടെയൊക്കെ ഈശ്വര നിശ്ചയം അനുസരിച്ചുകൊണ്ടേ കാര്യങ്ങൾ നടക്കൂ. ഈശ്വരൻ നിശ്ചയിച്ചാൽ, നമ്മൾ അനന്യ ശരണം പ്രാപിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വയം നിശ്ചയിച്ചാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന്, നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നിമിഷം തൊട്ട് അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് തുടങ്ങും. പ്രകൃതിയാ നമ്മുടെ സ്വഭാവത്താൽ തന്നെ തുടങ്ങും. ഇതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൗതിക കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലും അതേ പ്രോസസ്സിലാണ് എങ്കിൽ നമ്മൾ ഈശ്വരപ്രാപ്തിക്ക് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ നമ്മളെ അതിലേക്ക് നയിക്കും. അത് ഗുരു നമ്മുടെ അടുത്ത് സമീപിക്കണമെങ്കിൽ ആ നിയോഗം ഗുരു നമ്മളെ അന്വേഷിച്ചു വന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ഗുരുവിനെ തേടി പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ രണ്ടുപേരുടെ അന്വേഷണം ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കും. ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ നേരിട്ട് ഭഗവാനിൽ നിന്ന് കണക്ഷൻ കിട്ടിയിട്ട് നമുക്ക് സ്വയസിദ്ധമായിട്ടും ആ മാർഗത്തിലേക്ക് എത്താനും സാധിക്കും. ഇതൊക്കെ പൂർവജന്മ കർമ്മഫലങ്ങൾ അനുസരിച്ചായിരിക്കും അപ്ഗ്രേഡേഷൻ കിട്ടുക. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ള സത്യം കൂടെ നമ്മൾ വാസ്തവത്തിൽ അറിഞ്ഞിരിക്കണം. വാസ്തവത്തിൽ ആനന്ദദായകമായിരിക്കുന്ന സമാധി അഥവാ പരമപുരുഷനിൽ നിമഗ്നൻ എന്ന അവസ്ഥ നിരന്തരമായ ഭഗവത് സേവ കൊണ്ട് നേടാൻ കഴിയും. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഭഗവത് ശരണാഗതിയിലൂടെ ഈശ്വരൻ്റെ നിശ്ചയമില്ലാതെ നമ്മൾ എത്രയൊക്കെ പ്രയത്നിച്ചാലും ഇതൊക്കെ എനിക്ക് കിട്ടണം, ഞാനിതൊക്കെ പ്രാപിക്കും എന്ന് ദൃഢനിശ്ചയം സ്വയം ചെയ്തുകൊണ്ടായില്ല. ഈശ്വരൻ്റെ നിശ്ചയവും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ പാതയിൽ എത്തുന്നതും ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതും. ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമ്മൾ ഏതൊരു ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിമിഷം ഓരോ ജന്മങ്ങളിലും കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്, അതേ ശക്തിയുടെ ആശ്രയത്താൽ മാത്രമേ, അനുഗ്രഹത്താൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ. അതാണ് ഇവിടെ പറഞ്ഞതും. വാസ്തവത്തിൽ ആനന്ദദായകമായിരിക്കുന്ന സമാധി അഥവാ പരമപുരുഷനിൽ നിമഗ്നനാകൽ എന്ന അവസ്ഥ നിരന്തരമായ ഭഗവത് സേവ കൊണ്ട് നേടാൻ കഴിയും. ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിരന്തരമായിട്ട് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാൻ സാധിക്കൂ. അതിനാൽ ഭക്തിയുത സേവനത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ ഒരാൾ ആധ്യാത്മിക ഗുരുവിന് സ്വയം കീഴടങ്ങണം എന്ന് വേദങ്ങൾ പറയുന്നു. ശിഷ്യപരമ്പരാ പദ്ധതിയിലൂടെ ഭക്തി സേവനത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കിയ വ്യക്തിയാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അതാണ് തത്വതി പ്രണിപാതേന പരിപ്രശ്ന സേവയ എന്ന് ഭഗവാൻ പറഞ്ഞതും. അത്തരത്തിലുള്ള തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ വേണം സമീപിക്കാനും. അവരെ സേവനം ചെയ്തിട്ടോ ശുശ്രൂഷിച്ചിട്ടോ അവരുടെ ശരണാഗതി കൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തെ ശിഷ്യന് ഗുരു ഉപദേശിച്ച് തരുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ശിഷ്യപരമ്പരാ പദ്ധതിയിലൂടെ ആധ്യാത്മിക ആചാരനായി തീർന്നതിൻ്റെ പ്രധാന ലക്ഷണം പൂർണ്ണമായിട്ടും ഭക്തിയോഗത്തിൽ ഉറയ്ക്കുക എന്നതാണ്. ചിലപ്പോൾ ആളുകൾ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കാൻ കൂട്ടാക്കാറില്ല. പകരം യോഗ പരിശീലനത്തിലൂടെ ആധ്യാത്മിക സാക്ഷാത്കാരത്തിന് സ്വയം ഉദ്യമിക്കാൻ നോക്കും. എന്നാൽ വിശ്വാമിത്രനെ പോലുള്ള മഹായോഗികൾക്ക് പോലും പരാജയപ്പെട്ട ഉദാഹരണങ്ങൾ ഏറെയാണ്. മനോനിയന്ത്രണം സാധിക്കുക എന്നത് കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തുക പോലെ അപ്രയോഗ്യമാണെന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സിനെ മതയാനയോട് ഉപമിക്കാറുണ്ട്. ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനാവില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യോഗവിദ്യ പരിശീലിക്കുകയും ആത്മീയ ഗുരുവിനെ സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവർ നിശ്ചയമായും പരാജയപ്പെടും. അവർ വിലപ്പെട്ട സമയം പാഴാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആചാര്യൻ്റെ അനുശാസനം കൂടാതെ പൂർവ്വജ്ഞാനം ലഭിക്കില്ലെന്ന് വേദ അനുശാസനം പറയുന്നു. ആചാര്യൻ പുരുഷോ വേദഃ. ആചാര്യനെ സ്വീകരിച്ചിട്ടുള്ളവർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകുന്നു. വാദപ്രതിവാദങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതല്ല.
നിരപേക്ഷ സത്യം. പൂർണ്ണമായ ബ്രാഹ്മണ്യ ഘട്ടത്തിലെത്തിയവൻ സ്വാഭാവികമായിട്ടും വിരാഗിയായി തീരും. അവൻ ഭൗതിക നേട്ടത്തിനായിക്കൊണ്ട് അധ്വാനിക്കാറില്ല. കാരണം ഈ ലോകത്ത് അപര്യാപ്തതയില്ലെന്ന നിഗമനത്തിൽ ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ അവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പരമപുരുഷൻ എല്ലാ വസ്തുക്കളിലും വേണ്ടത്ര ശക്തികൾ നൽകിയിട്ടുണ്ട്. അതിനാൽ ഭൗതിക സാഫല്യത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ ബ്രാഹ്മണൻ പ്രയത്നിക്കുന്നില്ല. മറിച്ച് ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നവനാണ് ആധ്യാത്മിക ഗുരുവിൻ്റെ യോഗ്യതയുള്ളത്. എന്നുവെച്ചാൽ തത്വദർശികൾ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണന് മാത്രമായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ആ ഒരു യഥാർത്ഥ അങ്ങനെയുള്ള ഗുരുവിനെ വേണം ശിഷ്യൻ യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുമ്പോൾ വിധേയഭാവത്തോടെ ഗുരുവിനെ പ്രകാരം അംഗീകരിക്കുകയും വേണം. പ്രിയപ്പെട്ട പ്രഭോ, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച ആധ്യാത്മിക ആത്മാസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ഈ പ്രകൃതികളെയെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണ അവബോധത്തിൽ, അതായത് ഭക്തിമാർഗത്തിൽ മാത്രം നിർത്താൻ സഹായിക്കും വിധം എനിക്ക് പരിശീലനം നൽകിയാലും എന്ന് ശിഷ്യൻ ഗുരുവിനോട് ആവശ്യപ്പെടണമെന്നാണ് പറയണേ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുനൻ ഗീതയിൽ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. അർപ്പണ്യദോഷോ ഭഗതസ്വഭാവകൃച്ചാമിത്തം ധർമ്മസു മൂഢചേത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം ബ്രഹ്മനെന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് നേരിട്ട് ഭഗവാനെ ആയി കണ്ടുകൊണ്ട് ഗുരുദേവോ ഭവ എന്ന സത്യത്തെ സാക്ഷാത്കരിച്ച് കാണിച്ച ആളാണ് അർജുനൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർവ്വജന്മ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്ന ഈ നിർബന്ധം ഗുരുവിനെ തേടണം, ഗുരുവില്ലാതെ ആധ്യാത്മിക പാതയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയുന്നത് സാധാരണ ഇതുവരെ ആ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പൂർവ്വജന്മ വാസനാബലം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയമേവ ആ വ്യക്തി അതിലേക്ക് ആ ഒരു പാതയിലേക്ക് എത്തും. ഈശ്വരപ്രാപ്തി വരെയുള്ള ജന്മവാസന കൊണ്ട് തന്നെ അവൻ എത്തുകയും ഈ ജന്മത്തിൽ സാധിച്ചില്ലേ അടുത്ത ജന്മത്തിലും അതേപോലെയുള്ള കുലത്തിലും അതേ ഒരു ഭാവത്തിലും വന്ന് ജനിച്ച പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങളെല്ലാം അവസാനിച്ച് ശുദ്ധി നേടിക്കഴിഞ്ഞാൽ അവൻ സ്വയം പൂർവ്വജന്മവാസനാകൃതം ആയിട്ട് തന്നെ ഈശ്വരപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ പരമോദപ്രാപ്തിക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ജന്മങ്ങൾ മനുഷ്യലോകത്തിൽ വളരെ അപൂർവമാണ്, വിരളമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബന്ധനത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഗുരുവിൻ്റെ സഹായമൊന്നും ഇല്ലാതെ ചിലപ്പോൾ ആ മാർഗത്തിലേക്ക് എത്തുക, പൊടി തട്ടിത്തരിക. ഞാൻ യോഗയൊക്കെ സ്വയം പരിശീലിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് തന്നെ തോന്നി ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പ്രകൃത്യാ തന്നെ ഗുരു എൻ്റെ ഗ്രഹത്തിൽ വന്നിട്ട് എന്നെ യോഗ പരിശീലനമൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊടി തട്ടിത്തരാൻ വന്നതാണ്. അപ്പം അത്ര ശ്രേഷ്ഠമായിട്ട് തത്വദർശികളായിട്ടുള്ള ഗുരുക്കൾക്ക് ഒരു ശിഷ്യനെ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ വേണം ഈ ഒരു മാർഗത്തിന് സ്വീകരിക്കാൻ എന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ ഇന്ന് ഇഷ്ടം പോലെ ഗുരുവുണ്ട്. കാരണം ഇതൊരു മാർക്കറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരിടത്ത് കിട്ടിയില്ലെങ്കിലും മറ്റിടത്ത് ദീക്ഷ തരുന്ന വിധത്തിൽ അതിന് പ്രതിഫലമൊക്കെ ചോദിച്ചുകൊണ്ട് ഇത്ര ഫീസെന്ന് പറഞ്ഞുകൊണ്ട് ദീക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാർക്കറ്റൈസ് ചെയ്ത് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കലിയുഗം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആധ്യാത്മിക തന്നെ നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വേദികൾ കാണാം, ആചാര്യന്മാരെ കാണാം. പക്ഷേ ഇവിടെയൊക്കെ ഭഗവാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഗുരുവിനെ ആയിട്ട് അംഗീകരിക്കുമ്പോൾ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട് ബന്ധനത്തിൽപ്പെടാൻ ഇടവരും എന്നർത്ഥം. കാരണം ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ അതിന് വേറെ എങ്ങും പോകണ്ട, നിങ്ങളുടെ ഫോണിൽ തന്നെ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഇത്തരത്തിൽ ബിസിനസ് ഇല്ലെങ്കിൽ പലതരത്തിലും ഒന്നും തരണ്ടെന്നൊക്കെ പറയും, പക്ഷെ സമീപിക്കുമ്പോഴായിരിക്കും അവരെ യഥാർത്ഥത്തിൽ അറിയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആചാര്യന്മാരും ഗുരുക്കന്മാരും ആധ്യാത്മിക വേദിയിൽ ഇന്ന് സുലഭമാണ്. കാരണം എല്ലാവരും തുറന്നു വച്ചിരിക്കുക, ഒരിടത്തുനിന്ന് വിട്ടാലും മറ്റിടത്ത് അഭയം കിട്ടും എന്നുള്ളത് അറിയാം. യഥാർത്ഥ ഗുരുവിനെ ശങ്കരാചാര്യൻ്റെ കൂട്ട് നർമ്മദാ തീരം വരെ ഒന്നും തേടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പൂർവ്വജന്മ വാസന ഉണ്ടെങ്കിൽ നമുക്ക് ആ പാതയിലേക്ക് സ്വയം എത്തിച്ചേരാൻ സാധിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പൊടി തട്ടി തരാൻ വേണ്ടിയിട്ട് ആ ജന്മവാസന മറിഞ്ഞിരിക്കുന്നത് ഒന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അവിടെ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അനന്യമായിട്ട് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കും.
അതിന് വേണ്ട സപ്പോർട്ടിംഗ് ഒക്കെ 5ാമത്തെ സ്റ്റേജ് ആത്മീയ തലത്തിൻ്റെ മണ്ഡലത്തിൽ 5ാമത്തെ സ്റ്റേജിലാണ്. ഇല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, പ്രകൃതി ഈശ്വരീയ വ്യവസ്ഥിതി അനുസരിച്ച് തന്നെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനം ഭഗവാൻ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. അത് പ്രകൃത്യാ തന്നെ സംഭവിക്കും. നമ്മൾ ഗുരുവിനെ തേടി പോകേണ്ട ആവശ്യമില്ല. ആ സമയം നമ്മളതിന് പക്വത നേടിയിട്ടുണ്ടെങ്കിൽ ഗുരു നമ്മളെ തേടി വരും. അതാണ്. ഇനിയല്ല ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നതില്ലെങ്കിൽ നിശ്ചയം ഗുരുവിനെ തേടി നീ പോകണം, കുറച്ച് അലയേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും ജന്മത്തിൻ്റെ അവരുടെ സ്വഭാവവും അവരുടെ പൂർവ്വജന്മ കർമ്മവാസനയും അവരുടെ യോഗ്യതയും പാത്രതയും ഒക്കെ അനുസരിച്ച് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഭഗവാൻ തന്നെ പ്രകൃത്യാ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാതയിൽ നിന്ന് പ്രവേശിച്ചാൽ മതി. ഒന്ന് തിരിഞ്ഞാൽ പിന്നെ റൂട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല, കുറച്ച് ഗതിവിഗതികൾ അധപ്പതനമൊക്കെ സംഭവിച്ചാലും വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് എത്തിക്കും. നമ്മൾ ചിലപ്പോൾ ഈ കൂട്ടുകൂടി സംഘദോഷവും സമ്പർക്കദോഷത്തിലൊക്കെ വരുമ്പോൾ ചില ബന്ധനത്തിലൊക്കെ പോയി പെടും അറിയാതെ. ആധ്യാത്മിക ആചാര്യന്മാർ വരെ നമുക്ക് ഇന്ന് ഒരു വിഷമവുമില്ല, അങ്ങനെയുള്ളവരെയും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പലതരത്തിലും കർമ്മബന്ധനങ്ങളിൽ പെടും. അതിൽ നിന്നെല്ലാം ക്ലിയറൻസ് നേടി നമ്മൾ അതിലേക്ക് എത്തുക. ലക്ഷ്യം തീരുമാനിച്ചാൽ യാതൊരു സംശയവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഗതിവിഗതികൾ സംഭവിച്ചാലും വേണ്ടില്ല, നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഭഗവാൻ നമ്മളെ വിടുന്ന പ്രശ്നമില്ല. അതാണ് നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞത്. കുറേ കാലത്തേക്ക് നമ്മൾ ഭഗവാന്റെ പിന്നാലെ നടക്കണം, പിന്നെ ഭഗവാൻ നമ്മുടെ പിന്നാലെ നടക്കണം അവസ്ഥയിലേക്ക് വരും. അത് ആണ് ഏറ്റവും വലിയ ഈ ആധ്യാത്മിക മാർഗത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ. ഇന്നത്തെ കാലത്ത് പല ഗുരുക്കന്മാരും ഉണ്ട്, ദീക്ഷ തരണമെന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കണം, ആ അപേക്ഷ അപ്രൂവ് ചെയ്താലേ ദീക്ഷ തരുള്ളൂ. അതിന് കുറേ പ്രീ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും കോൾ ഫോർ ചെയ്തിട്ടല്ല നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക. നമ്മുടെ പൂർവ്വജന്മ വാസനയും നമുക്ക് പക്വതയുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും പ്രകൃത്യാ തന്നെ ഭഗവാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഗീതയിൽ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്. ആ മാർഗത്തിൽ സ്വീകരിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.